വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണം ശരിവെച്ച CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി. അടിച്ച രസീത് ബുക്കുകൾ നഷ്ടമായെന്ന് കെ രാഗേഷ് സമ്മതിക്കുന്നു. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി പ്രകടനം നടത്തിയ ആളുടെ ബൈക്ക് കത്തിച്ചതോടെ പ്രശ്നം കൂടുതൽ വഷളാവുകയാണ്. അതിനിടെ പരോൾ ചട്ടം ലംഘിച്ച് ശിക്ഷിക്കപ്പെട്ട പ്രതിയും കുഞ്ഞികൃഷ്ണനെതിരെ പ്രതിഷേധത്തിന് എത്തി. CPMനെ പിടിച്ചുലച്ച പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ ഇതുവരെയും വ്യക്തത വരുത്താൻ പാർട്ടിക്കായിട്ടില്ല. ഇന്നലെ മാധ്യമങ്ങളെ കണ്ട ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് ഒരു നയാ പൈസയും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് വ്യക്തമാക്കിയത്. അതേസമയം ഒരു കാര്യം പാർട്ടി സമ്മതിക്കുന്നുണ്ട്: തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് അച്ചടിച്ച റെസീറ്റുകളിൽ പലതും തിരിച്ചു വന്നിട്ടില്ല. TA മസൂദന് കിട്ടിയിട്ടുള്ള റെസീറ്റ് ബുക്ക് കൃത്യമായി പാർട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചില റെസീറ്റ് ബുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ ബുക്കിൽ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള പണം രേഖപ്പെടുത്തിയോ അല്ലെങ്കിൽ പണം പിരിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു തെളിവും പാർട്ടിയുടെ മുന്നിലില്ല. ഓഡിറ്റർമാർ ഇത് വിശദമായ പരിശോധന നടത്തി അദ്ദേഹത്തിനെതിരായിട്ട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്തു. വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയ നടപടി ഇന്ന് ചേരുന്ന പയ്യന്നൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. അതിനുശേഷം ഉച്ചതിരിഞ്ഞ് എല്ലാ ലോക്കലുകളിലും ജനറൽ ബോഡിയും ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയ കാര്യം പാർട്ടി വിശദീകരിക്കും. പയ്യന്നൂരിലെ പാർട്ടി അണികൾക്കിടയിൽ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതുകൊണ്ട് പാർട്ടി വിശദീകരണം അണികൾ എങ്ങനെ സ്വീകരിക്കുമെന്നതും വളരെ പ്രധാനമാണ്. ഇതിനിടയിലാണ് ഇന്നലെ കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് പ്രകടനം നടത്തിയ ഒരാളുടെ ബൈക്ക് കത്തിച്ചത്. വെള്ളൂരിലെ പ്രസന്നൻ എന്ന വ്യക്തി വീടിന് മുന്നിൽ നിർത്തിയിട്ട ബൈക്കാണ് രാത്രി പുറത്തേക്കെത്തിച്ച് തീവച്ച് നശിപ്പിച്ചത്. സംഭവത്തിനു പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ പോലീസ് അന്വേഷണവും ആരംഭിച്ചു. അതിനിടെ പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ കോടതി ശിക്ഷിച്ച് പരോളിലിറങ്ങിയ DYFI നേതാവ് VK നിഷാദ് വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട പ്രകടനത്തിൽ പങ്കെടുത്തു. ഇത് പരോൾ ചട്ട ലംഘനമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പരിപാടിയിൽ പങ്കെടുക്കരുതെന്നാണ് ചട്ടം. ഇത് ലംഘിച്ചാണ് VK നിഷാദ് പ്രകടനത്തിൽ പങ്കെടുക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തത്. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.